തണ്ണിമത്ത മിൽക്ക് ഷേക്ക് അഥവാ നമ്മുടെ സ്വന്തം മുഹബത്ത് കാ സർബത്ത്. ഇതില്ലാണ്ട് എന്ത് ഇഫ്താർ പാർട്ടിയില്ലേ? ആദ്യം കുനുകുന അരിഞ്ഞിട്ടുള്ള നമ്മുടെ ചക്കരമത്ത ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുക. ഇവിടെ ചക്കരമത്ത എന്നാണ് കൂടുതൽ പറയുക, ചിലർ വത്തക്കാന്നും തണ്ണിമത്ത എന്നൊക്കെ പറയലുണ്ട്. അതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കും പാലും കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ ഈ ചക്കരമത്ത ഒന്ന് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഇടിച്ചിട്ട് അല്ലെങ്കിൽ കൈ കൊണ്ടൊക്കെ ഒന്ന് പിഴിഞ്ഞിട്ട് അതിന്റെ ജ്യൂസൊക്കെ ഒന്ന് എടുക്കണം. എന്നിട്ട് ഈ പാലും കണ്ടൻസ്ഡ് മിൽക്കും ഒഴിക്കണം നല്ലത്. അപ്പോൾ പിന്നെ അതിന്റെ ജ്യൂസൊക്കെ ഈ ഒരു പാലിൽ മിക്സ് ആയിട്ട് കിട്ടും. എന്നിട്ട് നല്ലതുപോലെ ഇളക്കുക, സെർവ് ചെയ്യുക. ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഞാനിത് സെർവ് ചെയ്യുമ്പോൾ ഇതിലേക്കൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും പിന്നെ ഞാനിതിലേക്ക് 2-3 ടീസ്പൂൺ സ്ട്രോബെറിൻ്റെ ക്രഷ് ചേർക്കുന്നുണ്ട്. മക്കളെ ഇത് ചേർത്ത് കഴിഞ്ഞപ്പോണ്ടല്ലോ നമ്മുടെ ഡ്രിങ്ക് വേറെ ലെവൽ മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഹോം ബേക്കേഴ്സിൻ്റെ അടുത്ത് എന്തായാലും ഈ സംഭവം ഉണ്ടാവല്ലോ, അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടെ ഇതുള്ളവർ. എന്നിട്ട് ഞാൻ ഗ്ലാസ്സിലോട്ട് നമ്മുടെ ഡ്രിങ്ക് ഒഴിച്ചു കൊടുത്തിട്ട് സ്ട്രോബെറി ക്രഷും കസ്കസും ഒക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പൊരി വെയിലത്ത് ഇതൊരു ഗ്ലാസ് കിട്ടിയാലേ ഉണ്ടല്ലോ എൻ്റെ മക്കളെ, നമ്മുടെ വിശപ്പും ദാഹവും പമ്പ കിടക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത്